പരിശുദ്ധ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. എഡ്വേർഡ് ഷാൻഡ് എന്ന ഇംഗ്ലീഷ് കവി തന്റെ ജീവിതത്തിന്റെ വളരെയേറെ കാലഘട്ടങ്ങൾ ഒരു നാസ്തികനായി ജീവിച്ചു. എന്നാൽ ദൈവത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, ദൈവവിശ്വാസം ഉണ്ടായിരിക്കേണ്ട ആ ഒരു മഹാവലിയ ആവശ്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി. അദ്ദേഹത്തിന്റെ മുൻപിൽ അനേക ദൈവസങ്കല്പങ്ങൾ നിരന്നു നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവയെല്ലാം വളരെ വിശദമായി പഠിച്ചു. നാസ്തികനായിരുന്നത് കൊണ്ട് വളരെയേറെ ആഴത്തിൽ പഠിച്ചു. അവസാനം അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. സ്വാഭാവികമായും അത് കേട്ടവർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട്? ഇത്രയും നാൾ നാസ്തികനായി ജീവിച്ച നീ, അനേക കാര്യങ്ങൾ നിനക്കറിയാം, അനേക ദൈവസങ്കല്പങ്ങളെ കുറിച്ച് നീയും ഞാനും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന്? അവൻ മറുപടി പറഞ്ഞു, ക്രിസ്തുവിന് അവന്റെ മുറിവുകളാൽ എന്റെ മുറിവുകളുടെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ സാധിക്കും. അവൻ മുറിവേറ്റവനായതുകൊണ്ട് അവന് എന്റെ മുറിവുകളുടെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ സാധിക്കും. ആ മുറിവുകളേറ്റ മഹാവലിയ ദിനമാണ് നാം ഇന്ന് ഇവിടെ ധ്യാനിക്കുന്നത്. രാവിലെ മുതലുള്ള യാമപ്രാർത്ഥനകൾ, അതിനോടനുബന്ധിച്ച് വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവൻഗേലിയോൻ, പ്രമേയം സദറാകളെല്ലാം ആ മഹാബലിയെ കുറിച്ച് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ശുദ്ധമുള്ള പത്രോസ് ശ്ലീഹ തന്റെ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്, താൻ അടിയേറ്റുണ്ടായ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ, ഗാനങ്ങളിൽ ആവർത്തിച്ച് ഇത് നമ്മോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വിശ്വസിക്കണമെന്ന്. വീണ്ടും ഇതാ മഹത്വമുള്ളവനായ യേശയ്യാ ദീർഘദർശി തന്റെ പ്രവചനത്തിന്റെ 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ, എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം കൊല്ലപ്പെട്ടും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം താഴ്ത്തപ്പെട്ടുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓർക്കണം, ആ അടിപ്പിണരുകളേറ്റ മഹാവലിയ ദിനത്തെയാണ് ഇന്ന് നാം സ്മരിക്കുന്നത്. എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെട്ടത്? ഇന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെട്ടത് ദൈവം എത്രമാത്രം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുവെന്ന സ്നേഹം അതിന്റെ പരിപൂർണതയിൽ വെളിപ്പെട്ട ദിവസം. ശുദ്ധമുള്ള യോഹന്നാൻ തന്റെ രക്ഷാകര സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. ദൈവം കരുണ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന പലർക്കും മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. പിതാവായ ദൈവം ഈ ലോകത്തോട് കാണിച്ച ആ സ്നേഹവുമായി തുലനം ചെയ്യാൻ മറ്റൊന്നുമില്ലെന്ന് പലപ്പോഴും അവർക്ക് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായി കാണും. ഇന്ന് ഈ മഹാവലിയ ദിവസത്തിൽ അനേക പ്രാർത്ഥനകൾ നാം ചൊല്ലുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടാവും, ഇന്ന് നാം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയെ കുറിച്ച്. അതിലേക്ക് നാം കടന്നു വരുന്നതേ ഉള്ളൂ. വലത് ഭാഗത്തെ കള്ളൻ ഇതാ പ്രാർത്ഥിക്കുന്നു,
ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്നാരംഭിക്കുന്ന ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. അപ്പോൾ ഇന്ന് നാം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഒരു കള്ളന്റെ പ്രാർത്ഥനയാണ്. കള്ളൻ എന്ന് പറയുമ്പോഴേ നമുക്കെല്ലാം പേടിയാണ്. ഇന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോ ഞാൻ ഉൾപ്പെടെ 2-3 പ്രാവശ്യമെങ്കിലും നോക്കി എല്ലാം പൂട്ടിയിട്ടുണ്ടോ, എല്ലാ വാതിലും ഭദ്രമായി പൂട്ടിയിട്ടുണ്ടോ. കാരണം കള്ളനെ നമുക്കെല്ലാം പേടിയാണ്. എന്നാൽ നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ ഈ ചൊല്ലുന്ന പ്രാർത്ഥന ഒരു കള്ളന്റെ പ്രാർത്ഥനയാണെന്ന്? അപ്പൊ മറുപടി നിങ്ങൾ പറഞ്ഞേക്കാം, അവൻ നല്ല കള്ളനാണ്. ഈ പിള്ളേരോട് പറഞ്ഞാൽ അവർ ചിരിക്കും. ഞാൻ ചൂടുള്ള ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. അതുപോലെയല്ലേ നല്ല കള്ളൻ? അപ്പൊ ഈ കള്ളനിൽ എന്തൊക്കെയോ ചില പ്രത്യേകതകളില്ലേ? അടുത്ത ഒരു 15 മിനിറ്റ് നമുക്ക് ഈ കള്ളന്മാരുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യാം. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാകര സുവിശേഷം 23-ാം അധ്യായം 33-ാം വാക്യത്തിലും 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലുമാണ് ഈ കള്ളന്മാരെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത്. ദുഷ്പ്രവർത്തിക്കാരായ മറ്റ് 2 പേർ കൂടി വധിക്കപ്പെടേണ്ടതിനായി തന്നോട് കൂടെ വരുന്നുണ്ടായിരുന്നു. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് അവർ വന്നപ്പോൾ അവിടെ അവർ തന്നെ ക്രൂശിച്ചു. ആ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവനെ തന്റെ വലത്തും ഒരുവനെ തന്റെ ഇടത്തുമായി ക്രൂശിച്ചു എന്ന് പറഞ്ഞ് ഈ ഭാഗം ആരംഭിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരണം, നമ്മുടെ ദൈവമായ കർത്താവിന്റെ പദ്ധതികളിൽ ആകസ്മികം എന്നൊരു വാക്കില്ല. ഇതാ മഹത്വമുള്ളവനായ യേശയ്യാ ദീർഘദർശി തന്റെ പ്രവചനത്തിന്റെ 53-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിക്രമക്കാർക്ക് വേണ്ടി മധ്യസ്ഥനായി അക്രമികളോടുകൂടെ അവൻ എണ്ണപ്പെട്ടു. ഏകദേശം 700-800 വർഷങ്ങൾക്ക് മുൻപ് മഹത്വമുള്ളവനായ ദീർഘദർശി ഇത് പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. ഈ മനുഷ്യന് ഭ്രാന്താണെന്ന് പറഞ്ഞു കാണും. എന്നാൽ ഇന്ന് നാം കാണുന്നു, അവൻ അക്രമികളോടുകൂടെ എണ്ണപ്പെട്ടു, അവൻ അക്രമികളോടുകൂടെ കുരിശിക്കപ്പെട്ടു. ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഈ കൽപ്പനകളൊക്കെ ആരാ കൊടുത്തേ? ഈ കൽപ്പനകൾ സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തുവെന്നാണ് നാം വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതാ ആ കൽപ്പനകൾ നൽകിയവൻ ആ കൽപ്പനകൾ പരിപൂർണമായി ലംഘിച്ചവരോടുകൂടെ കുരിശിന്മേൽ കിടക്കുന്നു. നമുക്ക് കുറച്ച് മൃഗങ്ങളെ കുറിച്ചുകൂടി ഒന്ന് സന്ദർശിച്ചിട്ട് കള്ളന്മാരുടെ അടുക്കലേക്ക് തിരിച്ചു പോകാം. മഹത്വമുള്ളവനായ യേശയ്യാ ദീർഘദർശി തന്റെ പ്രവചനം ആരംഭിക്കുന്നത് തന്നെ 2 മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കാള അതിന്റെ ഉടമസ്ഥനെയും കഴുത അതിന്റെ യജമാനെയും തൊഴുത്തും അറിയുന്നുണ്ട്. കാള തന്റെ യജമാനെ കണ്ട് തിരിച്ചറിഞ്ഞു. ഏകദേശം 33 വർഷങ്ങൾക്ക് മുൻപ് കാള കണ്ട് തിരിച്ചറിഞ്ഞു, ഇതാ തന്റെ തൊഴുത്തിൽ ജനിച്ചവൻ ദൈവമാണെന്ന്. ഏകദേശം ഒരാഴ്ച മുൻപ് നാം വീണ്ടും കേട്ടു, ഒരു കഴുത വളരെ ആഹ്ലാദത്തോടെ തന്റെ നാഥനെ വഹിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് വരുന്നു. അപ്പോൾ കാള അതിന്റെ ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞു, കഴുത അതിന്റെ യജമാനെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാത്തവരാരാ? അവരിന്ന് എന്ത് ചെയ്തു? എന്നാൽ ഇസ്രായേൽ അറിയുന്നില്ല, എന്റെ ജനം വിവേചിക്കുന്നില്ല. ദുർമാർഗികളായ മക്കൾ, നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പിന്നോക്കം മാറുകയും ചെയ്തു. മൃഗങ്ങൾക്ക് പോലും മനസ്സിലായി ഇവൻ ആരാണെന്ന്. ഒരുപാട് ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ടും മനസ്സിലാകാതെ അവർ നടിച്ചു.
കള്ളന്മാരിലേക്ക് തിരിച്ചു വരാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകര സുവിശേഷം 23-ാം അധ്യായം 39-ാം വാക്യം. തന്നോട് ഒരുമിച്ച് ക്രൂശിക്കപ്പെട്ടിരുന്ന ആ ദുഷ്കർമ്മികളിൽ ഒരുവൻ തന്നെ ദുഷിച്ചുകൊണ്ട്, നീ മിശിഹ ആകുന്നുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. നീ മിശിഹ ആകുന്നുവെങ്കിൽ, ഈ ചോദ്യം നമ്മുടെ കർത്താവ് ആദ്യമായിട്ടൊന്നുമല്ല നേരിടുന്നേ. പരീക്ഷിക്കപ്പെട്ടപ്പോഴെല്ലാം അവനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ആദ്യത്തെ വാചകം 40-ാം വെള്ളിയാഴ്ച വിശുദ്ധ ഏവങ്കേലിയോനിൽ നാം വായിച്ചു കേട്ടു. നീ മനുഷ്യപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. നീ മനുഷ്യപുത്രനാണെങ്കിൽ നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. അതേ വാചകം ഇടതുഭാഗത്തെ കള്ളനും ഇതാ വളരെ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിച്ചു. നീ മനുഷ്യപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. എന്താണ് ഇടതുഭാഗത്തെ കള്ളൻ നമ്മോട് സംവദിക്കുന്നത്? അവൻ അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിലും ദൈവത്തെ നിന്ദിച്ചുകൊണ്ടിരുന്നു. അവൻ ജീവിച്ചതുപോലെ മരിച്ചു. അവൻ എങ്ങനെയാണോ ജീവിച്ചത് അവൻ അങ്ങനെ തന്നെ മരിച്ചു. അവൻ കുരിശിൽ നിന്ന് ഉയരാതെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. മറ്റേ കള്ളൻ ചെയ്ത മഹാവലിയ പ്രവർത്തികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര മണ്ണനായിരുന്നു ഇടതുഭാഗത്തെ കള്ളനെന്ന്. പലപ്പോഴും നമ്മളിൽ പലരും ഈ ഇടതുഭാഗത്തെ കള്ളനെ പോലെ സംസാരിക്കാറുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നമ്മെ മൂടുമ്പോൾ നാമും അറിഞ്ഞോ അറിയാതെയോ പറയാറുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കാൻ. നമുക്ക് വലതുഭാഗത്തെ കള്ളന്റെ സംസാരങ്ങൾ, പ്രവർത്തികൾ ഇവയെല്ലാം ഒന്ന് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകര സുവിശേഷം 23-ാം അധ്യായം 40-ാം വാക്യം. അവന്റെ കൂട്ടുകാരൻ അവനെ ശാസിച്ചുകൊണ്ട്, നീ ശിക്ഷാവിധിയിൽ പെട്ടിട്ടും ദൈവത്തെ നിനക്ക് ഭയമില്ലയോ? നമ്മൾ പ്രവർത്തിച്ചിരുന്നതിന് ന്യായമായ പ്രതികാരമാണ് അനുഭവിക്കുന്നത്. വലതുഭാഗത്തെ കള്ളൻ ഇടതുഭാഗത്ത് കിടന്നവനോട് പറയുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഇടതുഭാഗത്തെ കള്ളന് തോന്നിക്കാണും, ദൈവമെന്ന് വിളിക്കാൻ വളരെ യോഗ്യതയുള്ളവനാണല്ലോ നടുക്ക് കിടക്കുന്നത്. കണ്ടാലും ആരും പറയും ദൈവം തന്നെയാണ്. ഒരിഞ്ചില്ല അവന്റെ ശരീരത്തിൽ അടിയേൽക്കാതെ, അവന്റെ ശരീരത്തിൽ ഒരു ചെറിയ സ്ഥലം പോലും ബാക്കിയില്ല പീഡയേൽക്കാതെ. രക്തം വാർന്നുകൊണ്ടിരിക്കുക. അവന്റെ തലയിലാണെങ്കിലോ നല്ല മുള്ളുകൾ കൊണ്ടാക്കിയ ഒരു കിരീടം. അവന്റെ കയ്യിലാണെങ്കിലോ കൈ നീട്ടാൻ പറ്റിയിട്ട് വേണ്ടേ, കുരിശിലേക്ക് തറച്ചിരിക്കുകയല്ലേ. ഇടതുഭാഗത്തെ കള്ളൻ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, ഇവൻ എങ്ങനെയാ ദൈവമാകുന്നതെന്ന്. എന്നാൽ വലതുഭാഗത്തെ കള്ളൻ അവൻ ആദ്യം മുതൽ ഈ കാഴ്ചയെല്ലാം കാണുന്നുണ്ടായിരുന്നു, അവൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൻ കുരിശിലെ ആദ്യത്തെ പ്രാർത്ഥനയും ശ്രവിച്ചു കാണും, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അങ്ങനെ ദൈവത്തിന്റെ യാതൊരു സൂചനയും നൽകാതെ, ദൈവമാണെന്നുള്ള യാതൊരു ലക്ഷണവും കാണിക്കാതെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവൻ ദൈവമാണെന്ന് വലതുഭാഗത്തെ കള്ളൻ തിരിച്ചറിഞ്ഞു. വേറെയുമുണ്ട്. ദൈവത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് മടിയോ ലജ്ജയോ കൂടാതെ അവൻ പ്രഖ്യാപിച്ചു, ഈ കുരിശിൽ കിടക്കുന്നവൻ ദൈവമാണെന്ന്. അവിടെ കൊണ്ട് അവൻ നിർത്തിയില്ല. അവൻ ദൈവ ഭയമുള്ളവനാണെന്ന് അവന്റെ വാക്കുകൾ തെളിയിച്ചു. തന്റെ പാപകരമായ അവസ്ഥ തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും അവൻ ചെയ്തു. അവൻ തന്റെ തെറ്റുകൾ ന്യായീകരിക്കാതെ സ്വയം തിരുത്തി ഇടതുഭാഗത്തെ കള്ളനെ തിരുത്താനും ശ്രമിച്ചു. ഇത്രയും കാര്യങ്ങൾ ഇത്ര എളുപ്പത്തിൽ അവൻ സാധിച്ചു അല്ലേ? മുന്നോട്ട് പോവാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകര സുവിശേഷത്തിന്റെ
23-ാം അധ്യായം 41-ാം വാക്യം. എന്നാൽ ഇദ്ദേഹമോ നിഷിദ്ധമായ യാതൊന്നും ചെയ്തവനല്ല എന്ന് പറഞ്ഞു. ഇതാ കുരിശിന്മേൽ കിടക്കുന്നവൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അവൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. മുന്നോട്ട് നീങ്ങാം. 42-ാം വാക്യം. അവൻ യേശുവിനോട്, എന്റെ കർത്താവേ, അങ്ങ് അവിടുത്തെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. അനുതപിപ്പിൽ നിങ്ങൾ പാപം ചെയ്യരുത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ മരുഭൂമിയിലെ ശബ്ദത്തെ നമുക്കെല്ലാം പരിചയമാണ്. അവനോടൊപ്പം അവൻ ആർക്കാണോ വഴി കാണിച്ചത് അവനും പറഞ്ഞു, അനുതപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വലതുഭാഗത്തെ കള്ളൻ ഇത് കേട്ടോന്നറിയില്ല. അവൻ അനുതപിച്ചു. അവൻ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ വിശ്വസിച്ചു. ഇതാ അടുത്ത വാചകം, 23-ാം അധ്യായം 43-ാം വാക്യം. യേശു അവനോട്, സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ വലതുഭാഗത്തെ കള്ളൻ പർദീസ ചോദിച്ചോ? ഇല്ല. അവൻ അനുതപിച്ചു, മാനസാന്തരപ്പെട്ടു. അവൻ ഒറ്റ കാര്യം കർത്താവിനോട് പറഞ്ഞുള്ളൂ, കർത്താവേ, അങ്ങ് അവിടുത്തെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന്. ഓർക്കണമേ എന്ന് പറഞ്ഞവന് കർത്താവ് പർദീസ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മനസ്തപിച്ച് മാനസാന്തരപ്പെട്ട് എന്നെ ഓർക്കണമേ എന്ന് ആ വലതുഭാഗത്തെ കള്ളനെ പോലെ നമ്മളും ചൊല്ലിയാൽ നമുക്ക് കിട്ടും പർദീസ. അങ്ങനെ വലതുഭാഗത്തെ കള്ളൻ എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് പർദീസ മോഷ്ടിച്ചെടുത്തത് അല്ലേ? വെറുതെ അല്ല അവനെ കള്ളനെന്ന് വിളിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് കിട്ടുമോ? അവന് കിട്ടിയത് കണ്ടറിയാം അല്ലേ? നമുക്ക് വലതുഭാഗത്തെ കള്ളനെ പോലെയാവാം. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നമ്മുടെ കർത്താവിനെ ശരിക്ക് കാണാറില്ല. കാരണം നമ്മുടെ കണ്ണുകൾ ഒരുപക്ഷെ ഇനിയും തുറക്കപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മുൻപിൽ ഇന്ന് ദയനീയമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കർത്താവ് നിൽക്കുന്നത്. പലപ്പോഴും ദൈവപുരുഷന്മാർ, ദൈവം അയക്കുന്നവർ നമ്മുടെ മുൻപിൽ ദയനീയമായ അവസ്ഥകളിലായിരിക്കും നിൽക്കുന്നത്. നാം അവരെ കണ്ടിട്ടും ചിലപ്പോൾ കാണാതെ പോകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതായ മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും എല്ലാം അവസരങ്ങൾ ഇടതുഭാഗത്തെ കള്ളനെ പോലെ ദൈവത്തെ ശപിച്ച് നാം ഉപേക്ഷിച്ച് കളയും. ഇന്നൊരു തീരുമാനമെടുക്കുക, വലതുഭാഗത്തെ കള്ളനെ പോലെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക. ഈ വലതുഭാഗത്തെ കള്ളൻ ഇന്ന് ചില നാടുകളിൽ ഒരു വിശുദ്ധനായിട്ട് അറിയപ്പെടുന്നത്. ദിസ്മാസ് എന്നാണ് അവന്റെ പേരെന്ന് ചിലർ പറയാറുണ്ട്. ഏറ്റവും രസകരമായ സംഗതി, അവന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്. അവരാഘോഷിക്കുന്നത് വചനത്തിന്റെ അന്ന. അതിനെ ചൊല്ലിയും ഒരു കഥയുണ്ട്. പാരമ്പര്യം കേട്ടോ. എന്നോട് ചോദിക്കില്ലേ ഇത് എവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. അമ്മയും യോസേഫ് പിതാവും യേശു കുഞ്ഞിനെ കൊണ്ട് നല്ല സ്പീഡിൽ മരുഭൂമിയിലൂടെ ഓടിപ്പോവുക. ഇടിവെട്ടിവരെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഇതാ മുൻപിൽ നിൽക്കുന്നു ഒരു കൊള്ള സംഘം. എന്നാൽ കൊള്ള സംഘത്തിന്റെ തലവന് മനസ്സിലായി ഇത് വളരെ വിശുദ്ധിയുള്ള ആരോ ആണ്. അവൻ അവരെ അവരുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, അവന് കുഷ്ഠം ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്രയും യാത്ര ചെയ്തു വന്നതല്ലേ, ഈ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളം, അതായത് യേശു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഞാൻ എന്റെ മകനെ ഒന്ന് കുളിപ്പിച്ചോട്ടെ എന്ന് അമ്മ പറഞ്ഞു, വായിക്കോ. അങ്ങനെ യേശു കുഞ്ഞിനെ കുളിപ്പിച്ച വെള്ളത്തിൽ കേട്ടോ ഈ കൊള്ളത്തലവൻ അവന്റെ മകനെ കുളിപ്പിച്ചു. അവന്റെ കുഷ്ഠം മാറി. പക്ഷേ കൊള്ളത്തലവന്റെ മകനല്ലേ, ജാതിയാലുള്ളത് തൂത്താ പോവോ? അവൻ അപ്പനെ പോലെ ഒരു വലിയ കൊലപാതകിയായി. കുറെ വർഷങ്ങൾക്ക് ശേഷം അവൻ കർത്താവിന്റെ വലത് ഭാഗത്ത് തൂക്കപ്പെട്ടു. ഇങ്ങനെ ഒരു പാരമ്പര്യം നിലവിലുണ്ട്. അങ്ങനെ തൂക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവിനെ തിരിച്ചറിഞ്ഞ്
മാനസാന്തരപ്പെട്ട് ഏറ്റവും കുറച്ച് സമയം കൊണ്ട് പറുദീസ കൈക്കലാക്കിയ നല്ലവനായ കള്ളൻ. 15 മിനിറ്റ് എടുത്തു ഈ പറഞ്ഞ വിഷയത്തിന്, 10 മിനിറ്റോടെ എടുക്കുള്ളൂ. 7 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മനസ്സിൽ വരണം. ഇന്ന് മനുഷ്യന് ദൈവത്തെ കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളെല്ലാം മാറ്റി എഴുതപ്പെട്ട ദിവസമാണ്. നാം എല്ലാം വിചാരിച്ചു അവനൊരു മഹാരാജാവിനെ പോലെ ഈ നാട്ടിലേക്ക് ഇറങ്ങി വരുമെന്ന്. എന്നാൽ ഇന്ന് അതിന് വിപരീതമായതെല്ലാം സംഭവിച്ചു. തന്നെ പിടിക്കാൻ വന്നവർക്ക് അവൻ യാതൊരു പ്രകോപനവുമില്ലാതെ സ്വയം വിട്ടുകൊടുത്തു. അവരുടെ ആക്രോശങ്ങൾ, പീഡനങ്ങൾ, മോശമായ വാക്കുകൾ എല്ലാം സഹിച്ചു. അവൻ കുരിശിലേക്ക് ഇതാ നടന്നു പോകുന്നു. മനുഷ്യന്റെ ദൈവസങ്കല്പങ്ങൾ മാറി മറിഞ്ഞ ദിവസം. പക്ഷേ മനുഷ്യന് മനസ്സിലായി ഇതിനേക്കാളെല്ലാം ഉപരിയായി എനിക്കും നിനക്കും വേണ്ടി മരിക്കാൻ, എനിക്കും നിനക്കും ഒരു പകരക്കാരനാകാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ദൈവത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ഹൃദയം തകർന്നുപോയി. കാരണം അവനെ വിസ്തരിക്കാനായി നിർത്തിയപ്പോ പീലാത്തോസ് ഒരു ചോയ്സ് കൊടുത്തു. അന്നേ ചോയ്സസ് ഒക്കെ ഉണ്ട്. ആ ചോയ്സ് കൊടുത്തു കഴിഞ്ഞപ്പോ കർത്താവ് അവിടെ നിന്ന് ഓരോരുത്തരെയും നോക്കി. കർത്താവ് നോക്കിയപ്പോ ഒരു 6 മാസം മുമ്പ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുവന് അവൻ കാഴ്ച കൊടുത്തു. ഒരു 3-4 മാസം മുമ്പ് കൈകൾ തകർന്ന ഒരുവന് കൈകൾക്ക് അവൻ ബലം കൊടുത്തു. ഒരുവനെ ഉയർപ്പിച്ചു. 27-28 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരുവന് അവൻ ആരോഗ്യം കൊടുത്തു. അവന് നിവർന്നു നിന്ന് നടക്കാൻ സാധിച്ചു. കർത്താവ് കേൾക്കുന്നുണ്ട് ഒരു ചോദ്യം പീലാത്തോസിന്റെ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ വേണോ ബാറബ്ബാസിനെ വേണോ? കർത്താവ് വിചാരിച്ചു ഒരാളെങ്കിലും പറയുമായിരിക്കും ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ മതിയെന്ന്. ഒരുത്തനും വേണ്ടിയില്ല. കർത്താവ് വിചാരിച്ചു ഒരാളെങ്കിലും പറയുമായിരിക്കും ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന്. ഒരുത്തനും വേണ്ടിയില്ല. അപ്പൊ കർത്താവിന് മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ തകർന്നുപോയ ദിവസമായിട്ട് ഒരാളെങ്കിലും എന്നെ വേണമെന്ന് പറയുന്ന കർത്താവ് വിചാരിച്ചു വേണം. ഇന്നും അവൻ വിചാരിക്കുന്നത് അത് മാത്രമാണ്. ഞാനും നിങ്ങളും ബാറബ്ബാസിനെ വേണമെന്ന് പറയുവോ നമ്മുടെ കർത്താവിനെ വേണമെന്ന് പറയുവോ? ഇതാ ഇന്ന് ദൈവം മാനവ ചരിത്രത്തിൽ നേരിട്ട് ഇടപെട്ട ദിവസം. ഇന്നത്തെ തീയതി എത്രയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 15/4/2022. ഈ 2022 എന്നതാണ് ഏകദേശം 2022 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലെ സകലർക്കും വേണ്ടി നമ്മുടെ കർത്താവ് മരിച്ചു എന്നതിന് അർത്ഥം. അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിലുള്ള സകലരും 2022 എന്ന് എഴുതുമ്പോൾ പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഏറ്റുപറയുന്നത് നമ്മുടെ കർത്താവിനെയാണ്. എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അവനിൽ വിശ്വസിച്ചാലേ രക്ഷ ലഭിക്കുകയുള്ളൂ. നാം കരുതരുത് അവൻ നമുക്ക് വേണ്ടി മരിച്ചില്ലേ ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാമെന്ന്. ഇല്ല, അവനിൽ വിശ്വസിക്കണം. അവനിൽ വിശ്വസിച്ചാൽ അവന്റെ കൽപ്പനകൾ നാം പാലിക്കും. അവനെ സ്നേഹിക്കുന്നു എന്ന് നാം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ ഓർക്കണം, നീ അവന്റെ കൽപ്പനകൾ പാലിക്കുന്നവനായിരിക്കണം. എന്നാലേ നീ സ്നേഹിക്കുന്നു, നീ അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് ആധികാരികത ഉണ്ടാവുള്ളൂ. ഇന്ന് ദൈവം ചിലരുടെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ പരിമിതിയില്ലാത്ത സ്നേഹവും നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യത്തെ പ്രദക്ഷിണത്തിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ആരുടേതാണ്? ഈ ആഴ്ച മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലെങ്കിലും ഇതാ ആദ്യത്തെ പ്രദക്ഷിണത്തിൽ ആ അമ്മയുടെ നിലവിളിയാ ഇവിടെ മുഴങ്ങിയത്. പരിമിതികളില്ലാതെ അവൾ അവളുടെ മകനെ സ്നേഹിച്ചു. കുരിശോളം അവന്റെ പിന്നാലെ നടന്നു. അമ്മ ഭയപ്പെട്ടില്ല. ആരെങ്കിലും തന്നെ ഉപദ്രവിച്ചാലോ ആരെങ്കിലും തന്നെ വഴക്കു പറഞ്ഞാലോ അമ്മ പേടിച്ചില്ല. എന്നാൽ ചില വിരുദ്ധന്മാരെല്ലാം ഇന്ന് പേടിച്ചോടി. അവർ അവരുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞു. പരിമിതികളില്ലാത്ത അമ്മയെ നമ്മൾ ഇന്ന് കണ്ടു. മുന്നോട്ട് പോകുമ്പോ ഇന്ന് അനേക കൂദാശകൾ സ്ഥാപിക്കപ്പെട്ട ദിവസം കൂടെയാണ്. ഓർക്കണം, ഇന്ന് ദൈവം വാക്കുപാലിച്ച ദിവസം കൂടെയാണ്. അവൻ അനേക വാഗ്ദാനങ്ങൾ നൽകി. അവൻ അനേക കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. സ്നേഹം എന്താണെന്ന് പറഞ്ഞു തന്നു.
നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു തന്നു. ആരും വിചാരിച്ചില്ല ഇവൻ പ്രസംഗിച്ചതുപോലെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരെങ്ങനെയാണല്ലോ. ഇതാ വിശുദ്ധ യോഹന്നാൻ തന്റെ രക്ഷാകര സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്, ഒരുവൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി തന്റെ ജീവനെ വച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. അവൻ പറയുക മാത്രമല്ല ചെയ്തത്, അവൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി. വിശുദ്ധ അപ്രയം പാടുന്നുണ്ട്, അവൻ മുഖത്തേറ്റതായ ആ ഒരു പടുപീഠകളെ കുറിച്ച്. അതൊക്കെ ഏറ്റിട്ടും അവന്റെ കുരിശിലെ ആദ്യത്തെ പ്രാർത്ഥന എന്തായിരുന്നു? ഇത് ചെയ്തവരോട് ക്ഷമിക്കണമേ എന്ന്. ഓരോ കർത്തൃ പ്രാർത്ഥനയിലും നമ്മുടെ കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഇതുവരെ ക്ഷമിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പുറകോട്ട് പോയിട്ട് ചിന്തിക്കുക, നിങ്ങൾ ക്ഷമിക്കേണ്ടവരോട് നിങ്ങൾ ക്ഷമിച്ചോ എന്ന് ഈ ദിവസമെങ്കിലും ഒന്ന് സ്വയം ചോദിക്കുക. ദൈവം അതിജീവനത്തിന്റെ മാതൃക കാണിച്ച ദിവസം കൂടെയാണ് ഇന്ന്. നാം ഇതുവരെ ധ്യാനിച്ചത് ക്രിസ്തുവിന് അവന്റെ മുറിവുകളാൽ നമ്മുടെ മുറിവുകളുടെ ആഴവും പരപ്പും തിരിച്ചറിയാൻ സാധിക്കും. യഥാർത്ഥ സ്നേഹം അതിന്റെ പരിപൂർണതയിൽ വെളിപ്പെട്ട ദിവസമാണ് ഇന്ന്. പിന്നെ വലതുഭാഗത്തെ കള്ളൻ ഇന്ന് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു. മടിയോ ലജ്ജയോ കൂടാതെ അവൻ ദൈവമാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. അവൻ ദൈവ ഭയമുള്ളവനായിരുന്നു. അവൻ തന്റെ പാപകരമായ അവസ്ഥ തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും ചെയ്തവനായിരുന്നു. അവൻ തന്റെ തെറ്റുകൾ ന്യായീകരിക്കാതെ നീതീകരിക്കാതെ സ്വയം തിരുത്തി മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിച്ചവനായിരുന്നു. അവൻ ദൈവത്തിന്റെ പരിശുദ്ധിയെ വേദനകൾക്കിടയിലും പ്രകീർത്തിച്ചവനായിരുന്നു. അവൻ അനുതപിച്ച് ദൈവകൃപ യാചിച്ചവനായിരുന്നു. അവൻ ദൈവരാജ്യത്തെ കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നാം എല്ലാം വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന പറുദീസ അവൻ നേടിയെടുത്തത്. വീണ്ടും നാം കണ്ടു, ഇന്ന് ദൈവസങ്കല്പങ്ങൾ ദൈവത്തിന് മനുഷ്യരെ കുറിച്ചും മനുഷ്യർക്ക് ദൈവത്തെ കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ മാറ്റി എഴുതപ്പെട്ട മഹാബലിയുടെ ദിനമാണ്. ഇന്ന് ദൈവം മനുഷ്യാവതാരം എടുത്തതിനെ കുറിച്ച് അനേക പ്രവചനങ്ങൾ കൃത്യതയോടെ നിറവേറ്റപ്പെട്ട ദിവസമാണ്. ഇന്ന് ദൈവം മാനവ ചരിത്രത്തിൽ നേരിട്ടിടപെട്ട ദിവസമാണ്. ഇന്ന് ദൈവം മനുഷ്യരായ നമ്മുടെ പല പരിമിതികളും എന്നാൽ പരിമിതികളില്ലാത്തവളെ നമുക്ക് തന്ന മഹാവലിയ ദിവസമാണ്. ദൈവം ഇന്ന് അനേക കൂദാശകൾ സ്ഥാപിച്ച ദിവസമാണ്. ഇന്ന് ദൈവം വാക്കു പാലിച്ച ദിവസമാണ്. ഇന്ന് ദൈവം അതിജീവനത്തിന്റെ മാതൃക നമുക്ക് കാണിച്ചു തന്ന മഹാവലിയ ദിവസമാണ്. അവസാനമായി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊരു ചോദ്യമായിട്ട് വന്നു ഈയിടെയായിട്ട്, കോവിഡിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടോന്ന്. അപ്പോഴാണ് മനസ്സിലായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയാത്തതൊന്നുമില്ല. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ ശൂന്യമാക്കുവാൻ വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ, ഇനിയാ പറയുന്നത്, എന്റെ ജനത്തിന്റെ ഇടയിൽ വസന്ത വരുത്തുകയോ ചെയ്താൽ, അതായത് കോവിഡ് വന്നാൽ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം സ്വയം താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് ശാന്തി വരുത്തും.
4 കാര്യങ്ങൾ: സ്വയം താഴ്ത്തുക, പ്രാർത്ഥിക്കുക, ദൈവമുഖം അന്വേഷിക്കുക, ദുർമാർഗങ്ങൾ വിട്ടുതിരിയുക. ഈ നോയമ്പിലും ഇതൊക്കെ തന്നെയല്ലേ പരിശുദ്ധ പിതാക്കന്മാർ നമ്മോട് കൽപ്പിച്ചത്? നീ സ്വയം താഴ്ത്തണം. നീ, അതായത് നിന്റെ ശരീരം ചില ആഹാര പദാർത്ഥങ്ങളെല്ലാം വർജിക്കുമ്പോൾ നിന്റെ ആത്മാവ് എന്ത് ചെയ്യണം? നിന്റെ ആത്മാവ് പാപങ്ങളെ വെടിയണം. നീ ദൈവമുഖം അന്വേഷിക്കണം. അതിനുള്ള ഏറ്റവും പറ്റിയ സമയത്താണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ദൈവമുഖം അന്വേഷിക്കാൻ പറ്റിയ സമയമായത്. പക്ഷെ ഇന്ന് നീ ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ആ മുഖത്തിന് ഇച്ചിരി ഭംഗി കുറവാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഇടത് ഭാഗത്തെ കള്ളൻ അത് തോന്നി, വലത് ഭാഗത്തെ കള്ളന് ആ ഒരു അത്ര സുന്ദരമല്ലാത്ത മുഖത്തിന് പിന്നിൽ സ്നേഹിക്കുന്നവനായ, നമുക്കെല്ലാം വേണ്ടി പകരക്കാരനായി മരിക്കുവാൻ തയ്യാറായ, ഞാനും നിങ്ങളും കൊള്ളേണ്ടതായ അടികൾ കൊള്ളാൻ തയ്യാറായ, ഞാനും നിങ്ങളും അണിയേണ്ടതായ മുൾക്കിരീടം അണിയാൻ തയ്യാറായ ദൈവത്തെ കാണാൻ വലത് ഭാഗത്തെ കള്ളന് സാധിച്ചു. അതുകൊണ്ട് അവൻ ദൈവത്തെ, നീ പരിശുദ്ധനാകുന്നുവെന്നും നീ എന്നെ നിന്റെ രാജ്യത്തിൽ ഓർക്കണമെന്നും പറഞ്ഞപ്പോ ദൈവം അവന് ചോദിച്ചതിനേക്കാൾ ഇരട്ടിയായി, ഞാൻ നിന്നെ ഓർക്കുക മാത്രമല്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും അവൻ സന്തോഷത്തോടെ ജീവൻ വെടിയുകയും ചെയ്തു. അവസാനമായി നാം ദുർമാർഗങ്ങൾ വിട്ടൊഴിയണമെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുമ്പോൾ, മഹാമാരികൾ വരുമ്പോൾ ദൈവത്തോട് കലഹിക്കാതെ, നാം അറിയുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതികൾ എന്തെല്ലാമാണെന്ന്, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ മഹാമാരിയുടെ നാളുകൾ, പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും നാളുകൾ ദൈവത്തോടൊപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. വലതു ഭാഗത്തെ കള്ളനെ നിരന്തരം ധ്യാനിക്കുക. നാം നമ്മുടെ കർത്താവിൻ്റെ അടുക്കലെത്താനുള്ള ഏതാനും എളുപ്പ വഴികൾ അവൻ നമുക്ക് കാണിച്ചു തന്നു. ഈ ദിവസത്തിൻ്റെ മഹാവലികളായ ഒരു സ്മരണ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവതിരുനാമത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. വാക്കുമോ